എവിടാ എൻ്റെ പൈസ? ഇപ്പം തരാൻ എൻ്റെ ഇല്ലടാ, ഞാൻ കിട്ടുമ്പോൾ പെട്ടെന്ന് തന്നെ തരാം. ബാക്കിയുള്ളവരൊക്കെ നീ സെറ്റിൽ ചെയ്തല്ലോ, പിന്നെ എൻ്റെ മാത്രം എന്താ ഇപ്പോഴും നീ സെറ്റിൽ ചെയ്യാത്ത? മൊഡേ ചോദിച്ചാലേ നീ തരുള്ളൂല്ലേ? നീ എൻ്റെ കയ്യിൽ നിന്ന് പൈസ ഇപ്പോൾ തിരിച്ച് വാങ്ങിക്കഴിഞ്ഞു, അതിനേക്കാൾ ഡയറക്റ്റ് നിന്നെ ചിലവാകും. നീ എന്താ നീ ആരാ? ഇവൻ്റെ അടുത്ത് പൈസ ചോദിച്ചപ്പോഴേ ഒരുമാതിരി മൊട, ഒരുമാതിരി കൺമഷിയൊക്കെ എഴുതി ഭീഷണി. ആരവൻ? എടാ നീ അവനായിട്ട് കളിക്കാൻ നിൽക്കല, അവ ഇത്തിരി പെശക. നമ്മുടെ കുഞ്ഞോന്റെ വീട്ടിൽ അവൻ വാടകയ്ക്ക് ഉണ്ടായിരുന്നേ, 2 മാസത്തെ വാടക പെൻഡിങ് ഉണ്ടായിരുന്നേ. അതവൻ കുത്തി പിടിച്ചിട്ട് വാങ്ങിച്ചിട്ട് വരുന്ന വഴിക്ക് പട്ടി ഓടിച്ചിട്ട് കെട്ടി വണ്ടി വീട്ടിരിക്കുന്നുണ്ട് ഇപ്പൊ. എടാ ഞാനിപ്പളേ ക്ലാസ്മേറ്റ് കാവ്യമാധവന്റെ പോലെ എടാ. അവന് ക്ലാസ്മേറ്റിലെ കാവ്യമാധവല്ല, പാണ്ടിപ്പടയലത്തെ സലീം കുമാർ. എടാ എനിക്കുണ്ടായിരുന്നു ഇങ്ങനെ അനുഭവം. ഞാൻ എൻ്റെ പുതിയ ഷൂ ഇല്ലേ അവിടെ വന്നിട്ട് ഞാൻ കൊടുത്തില്ലടാ. പിറ്റേ ദിവസമില്ലേ എൻ്റെ ഷൂവിനുള്ളിൽ വിളിക്കാതെ വന്ന അതിഥിയില് ചുരുണ്ടിരിക്കണം. നിനക്ക് വേറൊരു കാര്യം അറിയൂ, ഞാൻ അവനും കൂടിയിട്ട് ചുട്ടലമ്പ് കളിക്കണോടത്ത് വെച്ചിട്ട് അവനെ റൊണാൾഡോ ഗോട്ടെന്ന്, ഞാൻ മെസ്സി ഗോട്ടെന്ന്. കളി കഴിഞ്ഞ് വീട്ടിൽ പോകുമ്പോ മുട്ടം വന്നിട്ട് ഒറ്റടി കെട്ടി മറിഞ്ഞ് വീണാണെങ്കിലോ കമ്പീമിക്ക്. കമ്പീമിയെ? ആടിന് കെട്ടിയിരുന്ന കമ്പിയില്ലടാ, അതുമ്മ കയറിയത്. അവനെ പാമ്പായും പട്ടയും ആടായി വരും. അവനൊടിയനായാലും ചടയനായാലും എനിക്കെന്താ? അവൻ മര്യാദ. എടാ എങ്ങോട്ടേലും പോകണ്ട, പറമ്പിലേക്ക് പാതാളത്തിലേക്ക് എങ്ങോട്ടേലും പോകണ്ട, നീ പോകണ്ട. ജീവനും കൊണ്ട് രക്ഷപ്പെട്ട അവിടുന്ന്. ചുഴലിയാ? അവൻ ചുഴലിയാ? ഇനി നിനക്ക് ചുളിയിലാണ്ട് നോക്കിക്കോ, അവനെ ഒടിയനാടാ, അവനാടാ ഒടിയൻ ഒടിയൻ ഒടിയൻ. നിന്റെ അപ്പൻ വിശ്വസിച്ചു. ഓടിച്ചിട്ട് കടിക്കാൻ വന്ന പട്ടി മാറിക്കറ. പറ്റിയല്ല, ഒടിയൻ അവിടെ ചുഴലായിട്ട് കറങ്ങുന്നു. രുക്നേച്ചിയുടെ പട്ടി അവനെ ഓടിച്ചിട്ട് കടിക്കുന്നു. സംതിങ് മിസ്സിങ്. സംശയിച്ചു. മനസ്സിലായി? അത് മറ്റേ വെള്ളാട്ട് പോക്കർ സെറ്റപ്പാ, രാത്രി സഞ്ചാരം.